കെ.പി.സി.സി ട്രഷറർ വി പ്രതാപചന്ദ്രന്റെ മരണത്തിലെ ആരോപണങ്ങൾ തള്ളി കെ.പി.സി.സി അന്വേഷണ കമ്മീഷൻ. പ്രതാപചന്ദ്രന് ആരോപണ വിധേയരായ വ്യക്തികളിൽ നിന്ന് മാനസിക സമ്മർദ്ദമുണ്ടായിട്ടില്ല. ജീവിച്ചിരിക്കെ പ്രതാപചന്ദ്രൻ യാതൊരു പരാതിയും പാർട്ടിയോട് പറഞ്ഞിട്ടില്ല എന്നും അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട്. കെ.ആർ. സാജു ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാൻ. സാജു, ഈ പ്രതാപചന്ദ്രന്റെ മകൻ നൽകിയ പരാതിയിലായിരുന്നല്ലോ അന്വേഷണം. എന്താണ് അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടിൽ പറയുന്നത്? അന്വേഷണ കമ്മീഷൻ മകൻ ഉന്നയിച്ച ആരോപണങ്ങളെയെല്ലാം തള്ളുകയാണ്. പ്രധാനമായും പ്രതാപചന്ദ്രനെതിരെ രണ്ടു പേർക്കെതിരെ സാമ്പത്തിക ആരോപണം ഉന്നയിക്കുകയും അതിന്റെ മൂലമുള്ള മാനസിക സമ്മർദ്ദത്തെ തുടർന്നായിരുന്നു അദ്ദേഹത്തിന്റെ മരണം എന്നുമായിരുന്നു മകൻ ഉന്നയിച്ച ആക്ഷേപം. ഇത് കെ.പി.സി.സിയുടെ രണ്ടംഗ സമിതിയാണ് അന്വേഷിച്ചത്. പക്ഷേ സമിതിയുടെ കണ്ടെത്തൽ ട്രഷറർക്ക് യാതൊരുവിധ മാനസിക സമ്മർദ്ദവും പ്രസ്തുത വ്യക്തികളിൽ നിന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്നതാണ്. ഒപ്പം തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ട്രഷറർക്കെതിരെ വന്ന വാർത്തകൾ റിപ്പോർട്ടർമാർ പേരുവെച്ച് നൽകിയതാണ്. അതിൽ ആരോപണ വിധേയനായ രമേശിനോ പ്രമോദിനോ ഒരു പങ്കുമില്ല എന്നാണ് അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയിരിക്കുന്നത്. ട്രഷറർക്കും പ്രസ്തുത വ്യക്തികളുമായി ഒരു സാമ്പത്തിക ബന്ധവും ഇല്ല എന്നും അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. മകന് ഈ വ്യക്തികളെ കുറിച്ച് യാതൊരു മുന്നറിവുമില്ല. ജീവിച്ചിരിക്കെ പ്രതാപചന്ദ്രൻ പാർട്ടിയോട് ഇവരെക്കുറിച്ച് ഒരു പരാതിയും ഉന്നയിച്ചിട്ടില്ല. ചില വ്യക്തികളുടെ പ്രേരണയിലാണ് മകൻ പരാതി നൽകിയത് എന്നത് വ്യക്തമാണ്. അവർക്ക് സംഭവിച്ച മാനഹാനി പ്രസ്തുത പരാതി ഉന്നയിച്ചവർ ബോധപൂർവം സൃഷ്ടിച്ചതാണ് തുടങ്ങിയ 7 കാരണങ്ങൾ നിരത്തിക്കൊണ്ടാണ് ഈ ആരോപണങ്ങളെല്ലാം, പ്രതാപചന്ദ്രന്റെ മരണവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണ് എന്ന് കെ.പി.സി.സി അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയിരിക്കുന്നത്. റിപ്പോർട്ട് കെ.പി.സി.സി അധ്യക്ഷനും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും കൈമാറിയിട്ടുണ്ട്. ഈ റിപ്പോർട്ട് വിശദമായി കെ.പി.സി.സി നേതൃയോഗത്തിൽ ചർച്ച ചെയ്യും എന്നുകൂടി കെ.പി.സി.സി അധ്യക്ഷൻ കെ. സുധാകരൻ അറിയിച്ചിട്ടുണ്ട്. അമൃത.